പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ 4 പേരെയും രക്ഷിച്ചു. രക്ഷാപ്രവർത്തന അഗ്നിരക്ഷാ സേന നിയന്ത്രണം ഏറ്റെടുത്തു. നർണി ആലാംകടവ് ക്രോസ് വേക്ക് താഴെയാണ് സംഭവം. നിഖിൽ പ്രമേശ് സംഭവ സ്ഥലത്തും ചെയ്തു. നിഖിൽ, എന്താണ് സംഭവിച്ചത്? ഭയപ്പാടോടുകൂടി നോക്കി നിന്ന മിനിറ്റുകളിൽ നിന്ന് ആശ്വാസ മണിക്കൂറിലേക്ക് നമ്മൾ പോവുകയാണ്. എങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം? എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. സുഹേൽ, ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ നിന്നിരുന്ന ആളുകളൊക്കെ വലിയ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 4 പേരിങ്ങനെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ പാറക്കൂട്ടങ്ങളിൽ ഏതാണ്ട് നടുവിലുള്ള, അതായത് 4 പാറക്കൂട്ടങ്ങൾ നമുക്ക് അരികിലായി കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നടുഭാഗത്തുള്ള പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ ഇങ്ങനെ മണിക്കൂറുകളോളം അവരിങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഈ പുറത്തുണ്ടായിരുന്ന ആളുകളാണ് ഈ രക്ഷാപ്രവർത്തകരെ വിവരം അറിയിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അടക്കം വിവരം അറിയിക്കുന്നത് ഇവിടെ കൂടി നിന്ന ആളുകളാണ്. അവർ വിവരം അറിയിച്ചതിന് പിന്നാലെ ഫയർഫോഴ്സ് സംഘം വളരെ വേഗത്തിൽ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. അവർ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നു. അതിനുശേഷവും ഏതാണ്ട് 40 മിനിറ്റോളമാണ് രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നത്. നമുക്കറിയാം, 40 മിനിറ്റോളം എടുത്തു അവിടുന്ന് 4 പേരെയും ഈ കരയിലേക്ക് എത്തിക്കാൻ. അത്രമേൽ ശ്രമകരവും ദുഷ്കരവുമായിരുന്നു ആ രക്ഷാപ്രവർത്തനം. അതിനുശേഷമാണ് ആ 4 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. കരക്കെത്തിച്ച ശേഷം ആ അമ്മ പറഞ്ഞ്, ഞങ്ങൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത്ര പേടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർ അത്ര പേടിച്ചില്ലെങ്കിലും ഇവിടെ കൂടി നിന്ന ആളുകളൊക്കെ വലിയ ആശങ്കയിലും ഭീതിയിലുമായിരുന്നു. കാരണം ഈ ഇത്രയധികം സമയം അവരവിടെ ഇങ്ങനെ നിൽക്കുന്ന കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ജലനിരപ്പ് നമുക്ക് കാണാൻ കഴിയും. ക്രമാതീതമായി ഉയരുകയാണ് ജലനിരപ്പ് ഇങ്ങനെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അത് മാത്രമല്ല, ഒഴുക്കും നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ ആളുകൾ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഒക്കെ വരുന്നതാണ്, മീൻ പിടിക്കാനും ഒക്കെ സ്ഥിരമായി എത്തുന്നതാണ്. ഈ കുടുംബവും അങ്ങനെ തന്നെ സ്ഥിരമായി എത്താറുള്ളതാണ്. അവർക്ക് ഈ പുഴയെ നന്നായി അറിയാവുന്ന ആളുകളുമാണ്. അവർ മൈസൂർ സ്വദേശികളാണെങ്കിൽ അവർക്ക് ഈ പുഴയെ നന്നായി അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ലക്ഷ്മണൻ 70 വയസ്സ്, അവരുടെ ഭാര്യ ദേവി 60 വയസ്സ്, മകൻ സുരേഷ്, ചെറുമകൻ വിഷ്ണു, അങ്ങനെ 4 പേരാണ് അകപ്പെട്ടത്. അവർ സ്ഥിരമായി ഇവിടെ വരികയും ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കുകയും ഈ വല നിർമ്മിക്കുന്നതും ഒക്കെയാണ് അവരുടെ ജോലി. അങ്ങനെ നന്നായി ഈ മേഖല അറിയാവുന്ന ആളുകൾ തന്നെയാണ് അവർ, അറിയാത്ത ആളുകളൊന്നല്ല. പക്ഷേ പറഞ്ഞതുപോലെ ഭയപ്പാടോടുകൂടി ആ ഒരു രക്ഷാപ്രവർത്തനം നോക്കിയിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസത്തിന്റെ തീരത്തേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു. ഹജ്ജ് രക്ഷാ സേനയുടെ പരിശ്രമം അത് ഒരു ശുഭാപ്തി അല്ലെങ്കിൽ ഒരു നല്ല വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.